ഗ്രാമത്തിന്റെ പേര് തന്നെ വീടിനായിട്ടുള്ള റീസൺ എന്താ? ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് തന്നെ ഇതുപോലെ ഇതെല്ലാം ലിറോ ഹോംസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇരിക്കാനുള്ള ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചധികം വേണം. ഹാപ്പിയാണോ? ഹാപ്പിയാ. ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഞാൻ ഹാപ്പിയാ. ഏട്ടനൊക്കെ ഉണ്ട്. 2 വീടുണ്ടെന്നേ ഉള്ളൂ. ഒരു സ്ഥലത്തെ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. മാസ്റ്റർ ബെഡ്റൂം റൂമിന് പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നമസ്കാരം. നമ്മളെ എപ്പോഴും ഹോം ടൂറുകൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ ഹോം ടൂറിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാര്യം നമ്മുടെ സിനിമകളിലൂടെ അതുപോലെ സ്റ്റേജ് ഷോസിലൂടെ ഒക്കെ നമ്മളെ ചിരിപ്പിച്ച നിർമ്മലയേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നിർമ്മൽ പാലാഴി എന്ന് പറഞ്ഞാൽ ഒരുപ്പെട്ടവർക്കൊക്കെ അറിയാം. പാലാഴി എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുതുതായി നിർമ്മിച്ച വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ പൂർണ്ണമായിട്ട് ചോദിക്കുന്നത് ലിറോ ഹോംസ് ആയിരുന്നു. അവരായിരുന്നു എന്നെ ഇവിടെ എത്തിക്കാനായിട്ടുള്ള ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത്. സോ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ നിർമ്മലയേട്ടൻ്റെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം നിർമ്മലയേട്ടനുണ്ട്. നമസ്കാരം. നമസ്കാരം. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നിർമ്മലയേട്ടൻ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിരിയ. നിങ്ങൾ ചിരിക്കുന്നതും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതും. ഓക്കെ, ഗ്രാമത്തിന്റെ പേര് തന്നെ വീടിനായിട്ടുള്ള റീസൺ എന്താ? ഒരു കൊതി, ആഗ്രഹം. ഞാൻ സത്യം പറഞ്ഞാല് ഈ പണ്ട് ഈ വിനോദ് കോവൂര്, പിന്നെ അതേപോലെ തന്നെ പ്രകാശ് പയ്യാൻ, അങ്ങനെ ഒരുപാട് പേരോട് ചേർന്നിട്ടുള്ള ആൾക്കാരെ അങ്ങനെ. അപ്പം ഞാനങ്ങനെ മിമിക്രി തുടങ്ങിയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് പാലാഴി കൂടെ കൂട്ടണം. അത് അങ്ങനെ ഒരു രജിസ്റ്റർ ആയാലും കാലത്ത് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച്. അപ്പം ഞാൻ പാലാഴി നല്ല പേരല്ലേ, വീട്ടുപേര് പാലാഴി ഇട്ടേക്കാന്ന് വെച്ചല്ലേ. ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് നമ്മുടെ കാലിക്കറ്റ് വി ഫോർ യു ആ പരിപാടിയിലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-15 കൊല്ലം ആയില്ലേ അത്? 2012-13 കാലഘട്ടങ്ങളില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങളുടെ വീട്ടുപേരാന്ന്, ഇതൊരു സ്ഥലപ്പേരാന്ന്. ചിലരും ചോദിക്കലുണ്ട് പാലാഴി സ്ഥലപ്പേരാണോ അല്ലെങ്കിൽ വീട്ടുപേരാണോ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഷൂട്ടിനൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചില ആളുകൾ പാലാഴി, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അബി, ഫ്രണ്ട് അനിയനെ പോലെ തന്നെ അബി പാലാഴി എന്നല്ലാണ്ട് എന്നെ വിളിക്കില്ല. അതേപോലെ തന്നെ മിഥുൻ ആട് 3-ലൊക്കെ അഭിനയിക്കുമ്പോൾ ആ പാലാഴി കുറച്ച് ലെഫ്റ്റിലേക്ക് നിൽക്കണേ, പാലാഴി കുറച്ച് ഫോർവേഡ്. അപ്പൊ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെ തന്നെയാണല്ലേ. അടിപൊളി സെറ്റ്. അപ്പോൾ നിർമ്മലയേട്ടാ, നമുക്ക് നിങ്ങളുടെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു ജേണിയാണ്. ആ കൂട്ടത്തിൽ സിനിമകളെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചോളാം. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാട്ടെ. നമുക്കെന്നാ പയ്യെ അങ്ങ് തുടങ്ങിയാലോ. എന്താ ചെറിയ വീടാക്കി കളഞ്ഞ്? ഞാൻ ഇച്ചിരി വലുത് പ്രതീക്ഷിച്ചു. അയ്യോ, ഇതന്നെ എനിക്ക് തോന്നി വലുതായി പോയത്. നമുക്ക് ചെറിയ പരിപാടിയല്ലേ ആഗ്രഹം. ഈ കുറച്ചും കൂടി ഇതാവാൻ കാര്യം, ഇവിടെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കൊടുക്കാനൊക്കെ ഞങ്ങളെ ആദ്യത്തെ വീട് ഇതാണ്, തറവാട്. അപ്പൊ പിന്നെ ഒരിക്കൽ ജയേട്ടനൊക്കെ, എനിക്ക് ആളുകളെ വീട്ടിൽ വിളിക്കാൻ വലിയ ഇഷ്ടമാണ് ഭക്ഷണം കൊടുക്കാനൊക്കെ. അപ്പോൾ ജയേട്ടനൊക്കെ ഒരിക്കൽ വന്നിട്ട് അടുക്കളയിൽ കയറിയിട്ട് ചിപ്സിന്റെ പാക്കറ്റ് പൊട്ടിച്ച് കഴിച്ചിട്ട് ഒരു ദിവസം വരാട്ടോ അങ്ങനെ. അപ്പൊ വന്നവർക്ക് ആർക്കൊരു ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റാത്തത്. ഞാൻ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ അങ്ങനെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ചെയ്തത്. അതൊക്കെ നമുക്ക് വഴിയേ കാണാവേ. ആദ്യം തന്നെ നിങ്ങളുടെ സിറ്റ് ഔട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബോർഡേഴ്സ് മുഴുവൻ ഗ്രാനൈറ്റും ബാക്കി മുഴുവൻ മാർബിളുമാണ്. ഈ വടക്കൻ കേരളത്തിന്റെ വലിയ പ്രത്യേകതയാണ് മാർബിളിന്റെ ഒരു വല്ലാത്തൊരു പ്രേമം. മാർബിളിനോട് വല്ലാത്ത പ്രണയം. അത് ഞങ്ങൾക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറഞ്ഞു വരും. ഇവിടെയാണ് പിന്നെ വടക്കൻ കേരളത്തിൽ പ്രത്യേകത കാറ്റുണ്ടെന്ന് കേട്ടു. നല്ല ഫുഡ് കിട്ടുന്ന നിങ്ങളുടെ അത് നമ്മുടെ നാട് തന്നെ, അത് പറയാനില്ല, അടിപൊളിയാ. ശരി, അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. വിശാലമായിട്ടുള്ള ഒരു എന്താ പറയാ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെ, നിങ്ങളുടെ തറവാട്ടിലെ സിറ്റ് ഔട്ട് എങ്ങനെയോ അതേ സിമിലർ ആയിട്ടുള്ള സിറ്റ് ഔട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. സൈസും ഒക്കെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഞാൻ ഈ കുടുങ്ങി നിൽക്കാത്തത് ഓപ്പണായി കിടക്കണം എന്നുള്ള ആഗ്രഹം. അപ്പൊ ലൈറ്റ് പരമാവധി എത്താൻ വീട്ടിൽ ശ്രമിച്ചിട്ടുണ്ട്. പെയിന്റിനും ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത്. അപ്പൊ അതാണ് ഈ സിറ്റ് ഔട്ട് ഇങ്ങനെ തുറന്നു കിടക്കണം. ഈ ചുരുങ്ങിയ സ്ഥലത്താണ് ഈ വീടുണ്ടാക്കിയത്. അപ്പൊ ഉള്ള സ്ഥലത്ത് സിറ്റ് ഔട്ട് അടിപൊളിയാക്കി ചെയ്തു എന്നതാ. നമുക്ക് അകത്തോട്ട് കയറിയാലോ? കയറാവാ. ഡോറ് മദ്രാൻസൺ ഇല്ല, നിങ്ങൾ പകുതി കൊടുക്കാത്ത മദ്രാൻസൺസിൽ കൊടുത്തല്ലേ? വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ പൂർണ്ണമായിട്ടും വുഡാ. അതെ, ഞാൻ ആദ്യം വിചാരിച്ചത് സ്റ്റീൽ ഡോറ് കൊടുക്കാന്നുള്ളതിലായിരുന്നു.
അപ്പൊ ഉണ്ടാക്കി അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ ഫുഡിലായി. അതെ. ഇനി ഈ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ലൈഫ് ഇരിക്കുന്നത് വീടിനുള്ളിലാണെന്നാ പറയുക. കാര്യം വീടിന് പുറത്തും നമ്മൾ വന്ന് കയറുമ്പോൾ മാത്രമേ കാണുള്ളൂ. കാണുമോ കാണാതിരിക്കുമോ. പക്ഷെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് വൈഫും 2 മക്കളും ഉള്ള ആൺകുട്ടികളാണ്, അവരെ നമുക്ക് ലാസ്റ്റ് കാണാം. അവരൊക്കെ ആയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുന്ന എപ്പോഴും വീടിനുള്ളിൽ തന്നെ. സോ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് തന്നെ ഇതുപോലെ. ഇതെല്ലാം ലിറോ ഹോംസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇന്റീരിയർ മൊത്തം ലിറോ ഹോംസ്, മുഴുവൻ ലിറോ ആയിരിക്കുന്നത്. വിത്ത് കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ അടക്കം അവരല്ലേ എല്ലാം കറക്റ്റാണ് ഉൾപ്പെടെ അവരാ ചെയ്തിരിക്കുന്നത്. ഇത് കൊള്ളാം. ഇത് രഞ്ജിത്തേട്ടൻ പേരാമ്പ്രയുള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്തൊരു വർക്കാണ്. അപ്പൊ ഇങ്ങനെ ലൈറ്റ് RGB ലൈറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു പ്ലൈവുഡിൽ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലോട്ട് ടെക്സ്ചർ കൊടുത്ത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നതാണെന്ന് വിചാരിക്കും. അതെ, പ്ലൈവുഡിന്റെ മുകളിൽ 3 ലെയർ ആയിട്ട് ഇങ്ങനെ 3 സംഭവങ്ങൾ ഉണ്ടാക്കി അതിൽ കുറച്ച് വീടും തോണിയും ഇടയിൽ ലൈറ്റ് കൊടുത്തിട്ട് അങ്ങനെയാണ്. ആളതൊരു 5-6 ദിവസം കൊണ്ട് തീർത്ത ആളായിരുന്നു. ആള് ശരിയാവാണ്ട് രഞ്ജിത്തേട്ടൻ വന്ന്. ഓക്കെ. ഇവിടെ ഞാൻ ശരിക്കും ഫോട്ടോസ് ഉണ്ട് തൂക്കാന്ന് ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ചെയ്യാന്നിരിക്കും. അപ്പൊ ഒരു മെയിൻ സ്ഥലമല്ലേ. തീർച്ചയായിട്ടും കയറി വരുമ്പോഴത്തേക്ക് തന്നെ ഡബിൾ ഹൈറ്റ് അതിൽ ഫസ്റ്റ് വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ, അതാണ് നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല വൃത്തിയായിട്ടുണ്ട് താനും. TV യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം എനിക്ക് ലിറോ പറഞ്ഞതിന് പറയാൻ ഫുള്ള് ഞാൻ ഈ സത്യം പറഞ്ഞ ഇന്റീരിയറിനൊരു ഞാൻ സത്യം പറഞ്ഞ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത, പക്ഷെ ഇന്റീരിയർ അതിനൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ച് കട്ടിലും ഇതൊക്കെ സോഫയൊക്കെ വാങ്ങിയിട്ട് പരിപാടി കഴിഞ്ഞില്ലേ പഴയ കണക്ക്. ഞാൻ ഈ ആശാരി പണിക്ക് പോയതാ. പണിയൊക്കെ എടുത്തപ്പോ അപ്പൊ അത് എളുപ്പമല്ലേ. പിന്നെയാണ് ഇതിന് സെക്ഷൻ, ഇങ്ങനത്തെ ഒരു ടീമുണ്ട്, ഇതൊരു പ്രൊഫഷണൽ ടീമുണ്ട്. അപ്പോൾ അവർക്ക് ഈ സ്പേസ് കാണിച്ച്, ലിറോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഈ സ്പേസ് കാണിച്ചിട്ട് ഇവിടെ അത് അങ്ങനെ ഓരോരോ ഇന്ന സ്ഥലത്ത് ഈ ലൈറ്റിൻ്റെ ചോട്ടിലായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വീട് കളറാക്കി തന്നത് ലിറോയാണല്ലേ. അതിൽ കളറാക്കിയതിന് പ്രധാനമായിട്ടും ഇതുപോലെ ഇത് വാങ്ങിച്ചതോ അതോ നമുക്ക് ഇതൊക്കെ പ്രസന്റ് ഗിഫ്റ്റ് കിട്ടിയ? പക്ഷേ ഇതിന്റെ സന്തോഷം, ഈ ഗണപതിയുടെ സന്തോഷം എന്ന് വെച്ചാൽ വൈഫ് ഇത് വാങ്ങാൻ കയറി കുറച്ച് വില കൂടുതലാണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് പൈസയൊക്കെ വാങ്ങിയിട്ട് അപ്പം വാങ്ങാന്ന് പറഞ്ഞ് അപ്പം അവിടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവസാനം വരെ നോക്കി തിരിച്ചിറങ്ങി. അതിന്റെ 2ാമത്തെ ദിവസം ഒരാൾ പ്രസന്റ് ആയിട്ട് തന്നതാണ്. പിന്നെ മാത്രമല്ല അത് ഈ സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു ഡിസൈൻ അനുസരിച്ച് ചേരുന്ന രീതിയിലാണ് ഇവിടെ ഓരോ ഐറ്റംസും. ഈ സാധനമൊക്കെ ലിറോ അവസാനം ചെയ്തതാണ്, പക്ഷെ അതിന് ഇത്ര ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഒരു ഓരോ ക്യൂരിയോസ് അതിലെ വിത്ത് ഓരോ ഐറ്റംസ് അതിനകത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഒരു പൂജാമുറി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം. അത് കൊള്ളാം. ഡബിൾ ഹൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും പോസിറ്റിവിറ്റി ഭയങ്കരമാണ്. ഞാൻ മെയിനായിട്ട് അത് പറഞ്ഞത് ഇരിക്കാനുള്ള ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചധികം വേണം. അതിരിക്കാൻ ആ വീട്ടിലത് സൗകര്യം. അപ്പോൾ അതേപോലെ തന്നെ വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഡബിൾ ഹൈറ്റ് കർട്ടൻസ് ഒക്കെ ഡബിൾ ഹൈറ്റ് കൊടുത്തു. എന്നിട്ട് അത് മൂവ് ചെയ്യിക്കാൻ പാകത്തിലുള്ള കർട്ടൻസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഗ്ലാസ് ഇട്ടിട്ടേ. അതെ, ഫുൾ ഗ്ലാസ് ആണ് താനും. അതെല്ലാം എനിക്ക് തോന്നുന്നു ഡബിൾ ഹൈറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉള്ളിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതാ മെയിനായിട്ട് ഉദ്ദേശിച്ചത് അത് തന്നെയായിരുന്നു. അപ്പൊ അതേപോലെ ടെക്സ്ചർ മൊത്തം ഒരു ലൈറ്റ് ഷെയ്ഡാണ് പരിപാടി. പിന്നെ ഇവിടെ നമ്മുടെ ടെക്സ്ചറിന് പകരം ചെയ്തിരിക്കുന്ന വാൾപേപ്പേഴ്സാ. അതും ഇന്റീരിയറിൽ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബെഡിനൊക്കെ അവർ പിറകിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് ഒരു 7-8 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നല്ലേ? ഇതൊക്കെ ഞങ്ങൾ ലിറോയിൽ പോയിട്ട് കസ്റ്റമൈസ് ചെയ്ത് സാധനം പോയിട്ട് എടുത്ത് ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് നോക്കി വാങ്ങിയതാ. ഒരു കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്കൊന്നും നോക്കാനും ചോദിക്കാനും ഇല്ല. കിച്ചൺ കുറച്ച് മുന്നേ നമ്മൾ അപ്പറേ പറഞ്ഞ കിച്ചണിനെ കുറിച്ച് ജയേട്ടൻ വന്ന് ജയസൂര്യ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം വന്ന് ഉപ്പേരി എടുത്തതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഇതില് ഹാപ്പിയാണോ? ഹാപ്പിയാ. ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഞാൻ ഹാപ്പിയാ. അടിപൊളിയായിട്ട്. ചുരുങ്ങിയ സ്ഥലം നിങ്ങൾ പറയുമ്പോഴേ ചുരുങ്ങിയ സ്ഥലം 4.25 സെന്റ് സ്ഥലം അത്രേ ഉള്ളൂ. ഈ വീടിന് ബിൽറ്റപ്പ് ഏരിയ 4.25 സെന്റ് സ്ഥലം. ശരി. ആ സ്ഥലത്താണ് ഇത്. എന്റെ അഷ്കർ നാഷി എന്ന് പറഞ്ഞ 2 സുഹൃത്തുക്കളാണ് ഇത് ഡിസൈൻ ചെയ്തത്. അവരാണ് ഈ പരിപാടി. അവിടെ ഈ ചുരുങ്ങിയ സ്ഥലത്ത് എനിക്ക് ഇത്ര ഇഷ്ടം. ഇത് വേറൊരാൾ വരച്ചത് എനിക്ക് ഇഷ്ടമായിട്ട് അപ്പൊ അയാൾ എന്നെ സമ്മതിക്കില്ലേ വീട് മാറാൻ. അപ്പൊ എന്നോട് പറഞ്ഞു അല്ല അത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാവുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അല്ല അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭംഗിയാവും, സമ്മതിക്കില്ല, ഉണ്ടാക്കി തീരാൻ കാത്തിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതിനോട് ചോദിച്ചു നമ്മളൊരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, കല്യാണം കഴിക്കില്ല പറഞ്ഞാൽ അല്ല കല്യാണം കഴിച്ചാൽ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതുപോലെ പോയി. അങ്ങനെ അവര് പറഞ്ഞിട്ട് അവര് വരച്ചെന്ന ഡിസൈനിലാണ് ഈ പരിപാടിന്റെ. അവര് തന്നെയാണ് എന്നെ
റെയ്തായിട്ടും പിന്നെ ഈ കണക്ട് ചെയ്യുന്നത്. ലിറോയുടെ റെയ്തിൽ എനിക്ക് വർഷങ്ങളായിട്ട് മുമ്പ് ഞാൻ ആദ്യം ഉദ്ഘാടനം ചെയ്തത് ഫാറൂഖ് കോളേജിലാണ്. ആ ഫാറൂഖ് കോളേജ് കാലം തൊട്ടിട്ട് റെയ്തായിട്ട് നമ്മള് ബന്ധങ്ങൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന. എനിക്ക് തോന്നുന്നു കളർ കോമ്പിനേഷൻ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് അകത്ത് നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് വിചാരിക്കുന്നു. വുഡ് വൈറ്റ് എന്നുള്ള ഒരു കോമ്പിനേഷൻ. പിന്നെ ഭിത്തികളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒലിവ് ഗ്രീൻ കളറും നമ്മൾ. ഇത് വേറൊരു സാധനം, ഇത് ഞാൻ പോയിട്ട് സെലക്ട് ചെയ്ത ഇഷ്ടപ്പെട്ടു. ഈ വീട്ടിൽ ആകെപ്പാട്ട് ഞാൻ പോയിട്ട് എന്റെ ഇഷ്ടത്തിനെടുത്ത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവര് തന്നെ സജസ്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ. ഇതിൽ പറയണ ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചണിന് ആർക്കി ഡ്രൈവോട് കൂടിയിട്ടുള്ള ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുള്ള ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം ആക്സസറീസ് മുഴുവൻ അകത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ച് മുന്നേ അവർ പറഞ്ഞതിന് പ്രകാരം WPC ആണ് പൂർണ്ണമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യം കിച്ചൺ മുഴുവൻ WPC യൂസ് ചെയ്യുന്നുണ്ട്. WPC യൂസ് ചെയ്തിരിക്കുന്നു. ഒരു L ഷേപ്പ് കിച്ചൺ. ഞാൻ ഇതിന്റെ സ്പെസിഫിക്കേഷൻ അങ്ങ് പറയാം, കാര്യം കാണുന്നവർക്ക് ഇത് പറഞ്ഞില്ല എന്നാണ് തോന്നറില്ല, അതുകൊണ്ട് ഞാൻ സ്പെക്ക് അങ്ങ് പറയുന്നത് കേട്ടോ. ഓക്കെ ചേട്ടാ, നമുക്ക് ഈ ഇതിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ വൈഫ്, 2 മക്കൾ, പിന്നെ അമ്മയും ഉണ്ട് അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. 2 വീടുണ്ടെന്നേ ഉള്ളൂ, ഒരു സ്ഥലത്തെ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. സൗകര്യം ഉണ്ടല്ലോ. രണ്ടാമത് കാര്യം, ഞങ്ങൾ ആ വീട്ടിൽ ഈ വീട്ടിൽ വരെ കിടന്നുറങ്ങിയിട്ടില്ല. ഇപ്പോഴും അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. ഒന്ന് സെറ്റായി വരണം. അത് ഞാൻ വന്നപ്പോ വെളിച്ചത്തിന് വേണ്ടിട്ട് ഇവിടെ ഇത് ഫിക്സഡ് ഗ്ലാസ് ആണല്ലേ? ഫിക്സഡ് ഗ്ലാസ്. ഇവിടെ ഫിക്സഡ് ഗ്ലാസ് വുഡ് തന്നെയല്ലേ ചെയ്തേക്കുന്നത്? വുഡിൽ ഫിക്സഡ് ഗ്ലാസ് ചെയ്തിരിക്കണം. അതേസമയം കർട്ടൻസ് വിത്ത് ഷിയർ വിത്ത് ബ്ലാക്ക് ഔട്ട് അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ബേജ് കളറും വൈറ്റ് കളർ ഷിയറും ചേർത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലായിടത്തും സീലിംഗ് വിത്ത് ഗോവലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ജിപ്സം സീലിംഗ് അല്ലേ കൊടുത്തിരിക്കുന്നത് ചേട്ടാ? ഫുള്ള് ജിപ്സത്തിന്റെ സീലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. കാര്യം ഒരു മനുഷ്യൻ അവന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പലതിലൊന്നും പണമാണ് അല്ലേ? അതിൽ എത്രമാത്രം നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്? മീൻസ് ഞാൻ അതിനെ സഫർ ചെയ്തിട്ടുണ്ടോന്ന് ചോദിക്കില്ല. സഫർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് ജീവിക്കാനായിട്ടാണ്. നമ്മളെ പാകിസ്ഥാനെ യുദ്ധം ചെയ്യാൻ പോകുന്നൊന്നും അല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു വീട് വെക്കുന്ന സമയത്ത്? അല്ല, ഞാൻ പറയുമ്പോൾ വീട് എൻ്റെ ടീമില് എന്നേക്കാൾ പേയ്മെന്റ് കുറവ് വാങ്ങുന്നവർ വരെ വീട് വെച്ചിട്ടും ഏറ്റവും അവസാനം വീട് വെക്കുന്നത് ഞാനാണ്. എല്ലാവരും എനിക്കൊന്നായില്ലായിരിക്കും. അപ്പം ഞാൻ എന്തിനാ വീട് തന്നെ, ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ, പോരെ. പിന്നെ എനിക്ക് അപ്പം ഒരു വീട് സ്വന്തമായിട്ടും അങ്ങനെ അത്യാവശ്യം ഞാൻ നല്ലോണം അവസാനം എത്തിയ ആളാണ് ഞാൻ. അവസാനം വീടുണ്ടാക്കിയതും മെല്ലെ തീർത്തു. പെട്ടെന്നൊന്നും തീർത്തിട്ടില്ല. തുടങ്ങി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മരണമൊക്കെ കഴിഞ്ഞ് പിന്നെ ലേറ്റായി. അങ്ങനെ ഓരോ സാവകാശം മെല്ലെ ചെയ്തെടുത്ത് ഇവിടെ എത്തി. പയ്യെ തിന്നാൽ പനിയും തിന്നാന്നുള്ളൊരു മൂടായിരുന്നു. ഓക്കെ, സ്റ്റെയർ കേസിന്റെ താഴ്വശത്തായിട്ട് കുഞ്ഞൊരു വാഷിംഗ് ഏരിയ. ആ ഏരിയ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തി അല്ലേ? ഈ ഏരിയ ഉപയോഗപ്പെടുത്തി. ഇത് ഞാൻ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഇത് ചെറിയൊരു സെറ്റപ്പ് ആയതുകൊണ്ട് ആ ഏരിയയുടെ പിറകിലായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള അതിന് സൗകര്യം ഉണ്ടാക്കി. അപ്പൊ ഇതിൽ ഓരോ മുക്കും മൂലം ഞാൻ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? ഇത് 2200 സ്ക്വയർ ഫീറ്റ്. 2200 സ്ക്വയർ ഫീറ്റ് 3 BHK ഉള്ള ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് കയറാവേ. ഇത് എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുക്കിയിരിക്കുന്ന എന്നുള്ള രീതിയിൽ കാണിക്കാമോ? ഇതാണിപ്പം താഴത്തും സ്റ്റെപ്പ് കയറാൻ പ്രയാസമുള്ള ആർക്കാണെങ്കിലും ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. യെസ്, ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ മാർബിൾ ഇട്ടിരിക്കുന്ന കാരണേ നല്ല തണുപ്പാണ്. ഞാൻ ഇതെല്ലാം താഴെ തുടങ്ങുന്നതാ. ഞാൻ സാധാരണ തുടങ്ങിയ ടൈലിലോ അതിലും താഴെ പോകുമ്പോൾ അതിലും താഴെ തുടങ്ങി. പിന്നെ പോയി കാണുമ്പോൾ ഓരോ സ്ഥലത്തിലെ സാധനങ്ങൾ കാണുമ്പോൾ ആഗ്രഹങ്ങൾ കൊണ്ട് ഇതും കൂടെ ചെയ്യാം അങ്ങനെ കയറി വന്നതാ. സത്യം പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് പിടിക്കാന്ന് കരുതിയിട്ട് അടുത്ത വിട്ട് പോകണ്ടെന്ന് കരുതി അങ്ങനെ പിന്നെ കാണുമ്പോൾ ഒരാഗ്രഹം ഒരു പ്രാവശ്യം പണ്ടൊക്കെ വലിയ വീടുകൾ മാർബിൾ ഇട്ട് വീട്ടിലൊക്കെ പോകണില്ലേ, അപ്പം അതുപോലെ സ്വപ്നം. അല്ലാണ്ട് ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുമില്ല. 4 ഡോർ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അതും ലിറോഡയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ്. അത് സെൻസർ, അതായത് ടച്ച് ഇതോട് കൂടിയിട്ട് ടച്ച് മിററോട് കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം FRP ഡോറ് ചെയ്തിട്ടുണ്ട്. FRP ഡോറ് അതിൽ തന്നെ ഈ പറഞ്ഞ ഒരു നോർമൽ 250 to 150 എന്നുള്ള സൈസിലാണ് ബാത്റൂം വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂം സൈസോടെ ഞാൻ പറഞ്ഞേക്കാം 13-12 സൈസുള്ള ബെഡ്റൂമാണ്. ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതല്ല.
എല്ലാം കസ്റ്റമൈസ് ഫുൾ കസ്റ്റമൈസേഷൻ, ഒരു ഫുൾ വാൾപേപ്പർ അതിൽ വന്നിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ലിറോയുടെ ഇതൊക്കെ ലിറോയുടെ പ്രൊജക്റ്റിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്റ്റെയർകേസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരൊറ്റ താഴെ കാഴ്ചയിൽ മാത്രം. പിന്നെ ഇത് നോർമലി നമ്മുടെ വാർത്തിട്ട് അവിടെ ചെയ്തിരിക്കുന്നതാണ്. നോർമലി 4x4 പൈപ്പ് അടിച്ചിട്ട് അതിന്റെ മുകളിൽ വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിർമ്മലേട്ടൻ മുന്നേ ഞാനിപ്പോ ലേറ്റസ്റ്റ് കണ്ട ഫിലിമിലും നിർമ്മലേട്ടനുണ്ട്. ഇനിയും അങ്ങനെ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാര്യം നിങ്ങളെ പോലുള്ള ഓരോരുത്തരും എന്താ പറയാ, നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പണ്ടത്തെ ചിരിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നപ്പോ, പണ്ട് നിങ്ങളൊരു സ്കിറ്റിൽ ചിരിപ്പിച്ചിരുന്നു, ഇന്നത് 1 മിനിറ്റ് ചിരിപ്പിക്കുന്ന ആൾക്കാരെത്തി തുടങ്ങിയല്ലേ. ചിരിയുടെ ഒക്കെ എല്ലാം മാറി. പണ്ടത്തെ ഒരുപാട് നിന്ന് പറച്ചിൽ ഒക്കെ കഴിഞ്ഞ ഒരു നോട്ടത്തിൽ ചിരി കിട്ടുന്നതിലേക്ക് മാറി. ഇപ്പൊ സിനിമയൊക്കെ അങ്ങനെ ലെവലിലേക്ക് പോയി. തീർച്ചയായും ആ മീറ്ററുകളിൽ വ്യത്യാസം വന്നായിട്ട് മാറി. പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് ഡയലോഗ് പറഞ്ഞു അതൊന്നും ആവശ്യമില്ല. ഒരു നോട്ടത്തിൽ ചിരി വരുത്തുന്ന പരിപാടി വരെ ആയി. സിറ്റുവേഷനാണ് ഇപ്പൊ സിറ്റുവേഷണൽ ജോക്സാണ്. അതെ. പക്ഷെ എനിക്ക് അതിനകത്ത് ചേട്ടൻ പറഞ്ഞതിൽ ഞാൻ നിങ്ങളുടെ തന്നെ ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിച്ചാലേ, കാലിക്കറ്റ് B4Uന്റെ ഒരു പ്രോജക്റ്റ്, അതിലുണ്ടായിരുന്നത് നിങ്ങൾ 2 രാഷ്ട്രീയക്കാരുടെ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യുന്നു, ഒരു കളി കളിച്ചു. അപ്പൊ എന്റെ അമ്മ ചുട്ടൊരു വെള്ളയപ്പം അതിൽ ലാസ്റ്റ് നിങ്ങൾ ആ പത്രം പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു വരക്കമുണ്ട്, അതായത് ചരിഞ്ഞുകൊണ്ട്. അപ്പൊ അന്നേരം ഹരീഷേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ തോറ്റാ മതിയായിരുന്നു എന്ന് നമ്മുടെ ദേവരാജനോട് പറയുന്ന ഒരു സീൻ. റിപ്പീറ്റ് വാല്യൂ ഉള്ള സംഗതികളാണ് അതൊക്കെ. അത് റിപ്പീറ്റ് വാല്യൂ. പിന്നെ ഇപ്പൊ ട്രോളുകളിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞാലോ ഫുട്ബോളില് മറ്റേ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ വരുമ്പോ മീമുകളായിട്ട് കയറിയിരുന്നു. അപ്പൊ അത് ഇങ്ങനെ അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. യെസ്, അതൊരു വലിയ ഭാഗ്യമാണ്. കാര്യം കാലാതീതമായി ചിരി നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് നമ്മുടെ സിനിമയിലൊക്കെ ലെജൻസ് ആയിരുന്ന ആൾക്കാർ ചെയ്തു വെച്ച ഒരു സംഗതി. നിങ്ങൾ ആ ടൈമിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് തരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം അല്ല. അതൊന്നും ഞങ്ങൾ മുൻകൂട്ടി കാണുകയും നേരത്തെ കാണാനുള്ള ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ചിരിച്ച് ജയിക്കാന്ന്. പക്ഷേ ദൈവാധീനം കൊണ്ട് 2012-13 കളിച്ചത് ഇപ്പം 26 ഇപ്പോഴും അത് വരുന്നു. തീർച്ചയായും ഇത് ഇവിടെ ഒരു ചെറിയ ലിവിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ TV വെച്ചിട്ട് വീട്ടില് താഴെ ആരെയും വരികയാണെങ്കിൽ വീട്ടുകാർക്കൊക്കെ മാറിയിരിക്കാന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ അപ്പൊ തന്നെ TV ഇനി വേണ്ട. അപ്പൊ ഇവിടെ സ്റ്റഡി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ പുസ്തകം വെക്കാനായിട്ട് ഇവിടെ എങ്ങനെ സെറ്റ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ഒരുപാട് മൊമെന്റ് ഉണ്ട് ഞാൻ വെച്ച് കോമഡി ഫെസ്റ്റിവൽ, നമ്മുടെ ബാർബർ ഷോപ്പും. ഇത് 2013 2013 ആ കാലഘട്ടത്തിലുള്ളതാണ്. ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ടല്ലോ. ബാൽക്കണി കൊടുത്തു. ഈ ഒരു ബാൽക്കണി ഞാനത് പറഞ്ഞല്ലേ, വീണ്ടും വീണ്ടും പറയുന്ന കുറച്ച് സ്ഥലത്താണ്. പക്ഷെ എനിക്ക് ചില സ്ഥലത്ത് പോകുമ്പോൾ ബാൽക്കണി, ഈ ചെറിയ സ്ഥലത്ത് എനിക്കൊരു ബാൽക്കണി വേണം. അപ്പൊ ആ ചില വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരുപാട് ദൂരത്തേക്കൊന്നും നോക്കാനില്ല, തൊട്ടടുത്തേക്കാണ്, എന്നാൽ ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തു അല്ലേ. അതിന്റെ ഈ ഫുൾ വിൻഡോ ലൈറ്റ് വെളിച്ചം പരമാവധി ഉള്ളിലെത്താൻ വേണ്ടിയിട്ട് UPVC വിൻഡോ വൈറ്റ് കളർ അവിടെ കൊടുത്തിരിക്കുന്നത്. അതെ, ഇതാണ് കുട്ടികളുടെ ബെഡ്റൂം അല്ലേ. കുട്ടികളുടെ ബെഡ്റൂം എന്ന് പേരേ ഉള്ളൂ. കുട്ടികളാരും കൊടുത്തവരെ കിടന്നിട്ടില്ല. താഴെ തന്നെ അപ്പുറയൊക്കെ തന്നെയാണ് തന്നെയാണ് കിടക്കുന്നത്. എന്താ വെച്ചാല് ഈ ആരും ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലൊക്കെ കിടക്കാനുള്ള ഉണ്ടാക്കുമ്പോഴാണ് ഇതെന്റെ റൂമാണ്, എന്റെ റൂമാണ്, ഉണ്ടാക്കി കഴിയുമ്പോൾ ആർക്കും വേണ്ട. കാര്യം കണ്ടോ, എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഐറ്റംസ് എല്ലാം ഇവിടെ സെറ്റാണ്. വാഹനങ്ങളോട് അത്യായ പ്രിയമുള്ള ആളാന്ന് തോന്നുന്നല്ലോ. അതെ, ചെറിയ ആൾ കൂടുതൽ വാഹനങ്ങളോട് ഭയങ്കര. എല്ലാ ഐറ്റംസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കക്ഷി അത് മേടിക്കാനായിട്ടുള്ള ഒരു മനുഷ്യ സ്ഥലത്ത് ഒന്നും ഒഴികെ എവിടെ പോയി ഒന്ന് പുറത്തിറങ്ങുമ്പോ ഒന്നും വേണം. അങ്ങനെ കൊണ്ടുപോകും. ഓക്കെ, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബെഡ് കോട്ട് വിത്ത് മാട്രസ്, അതുപോലെ തന്നെ 2 ഡോർ വാർഡ്രോബും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, കർട്ടൻ ഉൾപ്പെടെ. അതായത് ഇവിടെ ബ്ലൈൻഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്, റോമൻ ബ്ലൈൻഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അതടക്കമാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ ബെഡ്റൂമിലും എടുത്തു പറയുന്നില്ലെന്നുള്ളൂ, എല്ലാ ബെഡ്റൂമിലും നമ്മൾ ഫോൾ സീലിംഗും ചെയ്തിട്ടുണ്ട്. അപ്പൊ മാസ്റ്റർ ബെഡ്റൂമിലോട്ടൊന്ന് കയറിയാലോ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ. മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂം എന്ന് റൂമിന് പറയാൻ കാരണം എന്താ എനിക്കറിയില്ല. പക്ഷെ 2 റൂമിനെക്കാട്ട് കുറച്ച് വലുതായപ്പോ ഞാൻ തന്നെ ഇട്ടായിരിക്കും മാസ്റ്റർ ബെഡ്റൂം. യഥാർത്ഥത്തിലും തന്നെ അതാണ്. ബാക്കിയുള്ളതിനേക്കാൾ ഇച്ചിരി വലുതും നമ്മള് ഇച്ചിരി വിശാലമായിട്ട് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചൊരു മാസ്റ്റർ ബെഡ്റൂം. കുട്ടികൾ വന്നിട്ടില്ല, ആരും ബെഡിലേക്ക് വന്നിട്ടില്ലല്ലേ. ഫുള്ള് കസ്റ്റമൈസ് ആയിട്ടുള്ള കിങ് സൈസിന് മുകളിലുള്ള ബെഡ്കോട്ട് 2 സൈഡിലും സൈഡ് ടേബിൾ. അവിടെ ഒരു ഫുള്ളായിട്ടൊരു വാൾപേപ്പറും ചെയ്തിട്ടുണ്ടല്ലേ. സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഈ കളറിനോട് നിങ്ങൾക്കൊരു പ്രിയം ഉണ്ടോ?
ഇത് 3D വരച്ച ആള് ഈ കളറിലായി വരച്ചത്. അപ്പം ഞങ്ങൾക്ക് ഈ റെയ്ത് ഇന്നോ വിളിച്ചുകൊണ്ടിരിക്കും, ഇല്ല ഇതാ എനിക്ക് ഇതിനെ പറ്റി പെട്ടെന്നൊരു ഐഡിയ കിട്ടൂല, ഇത് ഫിറ്റ് ചെയ്ത് എങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടും നിങ്ങൾ പറയണം. അപ്പൊ ശരിക്കും അതൊക്കെ അവർക്ക് തന്നെ വിട്ടുകൊടുത്താ. അപ്പൊ അവരൈഡിയ തന്നെ ചെയ്താ. അങ്ങനെ അവര് ചെയ്തൊരു സാധനം വേണം പറയാനായിട്ട്. സത്യം പറഞ്ഞാല് ഞാൻ ആ കളർ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ബോറായി പോകുമല്ലോ. പിന്നെ ഇവിടെ നമുക്ക് താഴെ കണ്ടതുപോലെ തന്നെ ഒരു സെൻസർ അല്ലെങ്കിൽ ടച്ച് മിറർ വിത്താണ് ചെയ്തിരിക്കുന്നത് അല്ലേ. നിങ്ങളുടെ ബാത്റൂം കൊള്ളാട്ടോ. നമ്മുടെ നാട്ടില് നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറയട്ടെ, ഒരു പന്ത് കളിക്കാനായിട്ടുള്ള ഏരിയ ഇതിനകത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു കാര്യങ്ങള് ചെറിയൊരു ബാത്തപ്പും, ചെറിയ ആള് പറഞ്ഞ് ബാത്തപ്പില്ലേ വീട് ഉണ്ടാക്കണ്ട. അപ്പം പിന്നെ രസമല്ലേ, ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അത് ഉണ്ടാവുമ്പോ അതൊരു കുട്ടിക്ക് തീർച്ചയായും അത് ആ ഒരു ഗ്രിപ്പ് ഉള്ള മാറ്റ് ഫിനിഷ് ടൈല് അതേ കളറ് ബാട്ടബിലും കൊടുത്തിരിക്കുന്നു. ദെൻ അവിടെ നമുക്ക് ഒരു വാഷിംഗ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡ്രൈവറ്റ് ഏരിയ നിങ്ങൾ തിരിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഡ്രൈവറ്റ് ഏരിയ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യണം. യെസ്, ആ രീതിക്കാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള സ്ഥലത്ത് ആഗ്രഹം കൊണ്ടുള്ള ബാൽക്കണിയാണിതും. പിന്നെ ഒന്നാന്ന് വെച്ചാൽ ഇവിടെ ഉണ്ണിയൊക്കെ ഷെറിത്താത്തപ്പോൾ ഒരു പറഞ്ഞ് ഞങ്ങൾ ഒരു വർത്താൻ പറയാനുള്ള സൗകര്യം എപ്പോഴും ഉണ്ടാക്കണം. ഇവിടെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗേറ്റും വെച്ച് ഇവിടെ ഒരു വിക്കറ്റ് ഗേറ്റ് അടക്കം വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ള സൗകര്യം അടക്കം കൊടുത്തിട്ടുണ്ട്. ഇല്ല, എനിക്കാണ് ഇഷ്ടമുള്ള നോമ്പിന് പലഹാരങ്ങളൊന്നും അതൊക്കെ ഇല്ലല്ലോ. അപ്പം എല്ലാ ഫുഡൊക്കെ പരിപാടിയും എത്തണം. അപ്പം വളഞ്ഞു വരാൻ മടിക്കും. അപ്പം അത് ഞങ്ങളെ പോയി ചോദിച്ചു പോകുകയും ചെയ്യാലോ ഇവിടെ. അതിനകത്ത് സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? ശരി, ഇതൊരു കോമൺ ബാൽക്കണി ഇവിടെ കൊടുത്തു അല്ലേ? അതെ. ഇവിടെ ഒരു ഊഞ്ഞാല ഉൾപ്പെടെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഊഞ്ഞാല അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഗണപതി വിഗ്രഹം പോലെ തന്നെയാണ്. ഞങ്ങളത് ആഗ്രഹിച്ച് ഇവിടെ ഒരു ഊഞ്ഞാല വേണം. അപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് മെല്ലുമ്പോൾ ഒരു ഊഞ്ഞാലാക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഓസ്ട്രേലിയ പെർത്തിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഫാമിലി സുഹൃത്തായിട്ടുള്ള അനിലേട്ടൻ്റെ ബർത്തിലാണ്, ഗനിയിലാണ് മൂപ്പര്. ആ ദിവസം രാത്രിയിലാണ് ഇവിടെ ഒന്ന് കുറച്ച് ആളുകളൊന്ന് സെറ്റ് ചെയ്യുന്നത്. മൂപ്പര് പ്രസന്റ് ആയിട്ട് അങ്ങനെ ഒരു സാധനം കിട്ടി. അപ്പൊ ഇത് തന്നെ നമ്മളറിയാതെ നമ്മുടെ കയ്യിലോട്ട് എത്തി. ചില സാധനങ്ങൾ ആഗ്രഹിക്കുന്ന സാധനമൊക്കെ ആഗ്രഹിച്ചിട്ട് കിട്ടിയെന്നും ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ ഞങ്ങളെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. വരുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാ ചേട്ടാ? ഇനിയിപ്പോൾ ഇറങ്ങാനിരിക്കുന്ന ധ്യാനിൻ്റെ ഒരു സിനിമയുണ്ട്, ധ്യാനിൻ്റെ കൂടെ ത്രൂഔട്ട് ചെയ്ത്. അതേപോലെ തന്നെ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പാതിരാ കുറുക്ക് എന്ന് പറഞ്ഞ പഴയ ഇന്നരിയർ നഗർ ടീമിലെല്ലാവരും ജഗദീഷ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, അശോക് ഏട്ടൻ, സിദ്ദിഖ അതിലുണ്ട്. അതേപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ, ഉർവശി ചേച്ചിയുടെ റൂം നമ്പർ 9 എന്നുള്ള പടം. അങ്ങനെ ഒരു 3-4ഓളം സിനിമകൾ വർക്കായി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം 25-ന് ശേഷം ഒരു 80 ദിവസത്തോളം മറ്റേ ഹോട്ട്സ്റ്റാറിലേക്ക് ഒരു സീരീസ് അത് പുതിയ ആയിട്ടില്ല, ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പം അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെയാണ് വന്നു നിൽക്കുന്നത്. പറഞ്ഞു ചേട്ടൻ്റെ വൈഫുണ്ട്, 2 മക്കളുണ്ട്, അതോടെ ചേർന്നാലേ പൂർത്തിയാവത്തുള്ളൂ. ഞാൻ സത്യം പറഞ്ഞ സിനിമയിൽ വന്നിട്ട് പോലും ഒരു ഇന്റർവ്യൂവിന് ഇരിക്കാനോ ഫോട്ടോഷൂട്ടിന് പോലും ഇരിക്കാത്ത ആളാണ്. ഞാൻ റെയ്ത് വിളിച്ചപ്പോൾ എത്രത്തോളം സംസാരിക്കുന്നു എനിക്കറിയില്ല, വിളിക്കാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതേ നമ്മളെ കണ്ടന്റ് വീടായതുകൊണ്ടേ ഞാൻ ഇന്നലെ ഹരീഷ് ഈ പറഞ്ഞ പോലെ നമ്മളോട് പറയായിരുന്നു, ചേട്ടൻ്റെ എനിക്ക് അഭിനയം ഒന്നും വേണ്ട, നിങ്ങൾ എൻ്റെ ഓർഗാനിക് സാധനം ഇങ്ങനെ തന്നാൽ മതി, നമുക്ക് സംസാരിച്ച് പോകാം. അപ്പോൾ നമുക്ക് അവരുമായിട്ട് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ അപ്പോഴേ ഒരു വലിയ ചെറിയ കുടുംബമാണ് ഇരിക്കുന്നത് അല്ലേ നമ്മളേടാ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഇന്നത്തെ കാലത്ത് അണുകുടുംബങ്ങളാണ്, എല്ലാവരും മാറി താമസിക്കും. പക്ഷെ നിങ്ങൾ മാറി താമസിച്ചാൽ നിങ്ങളുടെ കോമ്പൗണ്ടിലാണെന്നുള്ളതാണ് വലിയ കാര്യം. അത് ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ എടുത്ത്. അപ്പം ഏട്ടനും പെങ്ങന്മാരും തന്നെ ചോദിച്ചു, ഇവിടെ ഉണ്ടായിട്ട് പിന്നെ ഇവിടെ ആരാ ഉണ്ടാവുക, അപ്പൊ ഇവിടെ ഉണ്ടാക്കിയാൽ പോലും ചോദിച്ചത്. അപ്പൊ പിന്നെ ഇപ്പം 2 വീടുണ്ടെങ്കിലും ഒരു സ്ഥലത്തെ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ, ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ കഴിയും. എനിക്ക് എപ്പോഴും വീട്ടിൽ ആള് വേണം. അപ്പൊ ഇവിടെ അമ്മ കുറെ ദിവസമായി പോണെന്ന് പറഞ്ഞാൽ പിടിച്ചിരുത്തേ അവിടെ. അതെ, ഇവിടെ ഇരുത്തിയേക്കാണ്. ഇത് നിർമ്മലയാറിന്റെ അമ്മയാണ് ആയിരിക്കുന്നത്. അത് വല്യമ്മ അല്ലേ? അച്ഛന്റെ പെങ്ങള്. അപ്പൊ അച്ഛൻ നിരീക്ഷം കുറെ ദിവസമായി പോണം. ഇത് നിർമ്മലയാറിന്റെ വൈഫിന്റെ അമ്മയാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ആദ്യം കണ്ട അമ്മ ഇദ്ദേഹമാണ്. ഞങ്ങൾ അടുക്കളയിൽ വെച്ച് ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിർമ്മലയാറിന്റെ വൈഫാണ്. ഇത് 2ാമത്തെ മകൻ, ഇത് മൂത്തയാള്. ഈ നമ്മൾ എവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോഴേ എത്ര സെന്റിൽ താമസിക്കാൻ അടുത്ത് താമസിക്കാനായിട്ട് അനുവദിക്കേണ്ട ഒരു വിഭാഗം വൈഫാണ്. അവരോട് നമുക്ക്
സമ്മതിക്കണമല്ലോ അവിടെ താമസിക്കാനായിട്ട്. അതെ അതെ അതുകൊണ്ട് ആ രണ്ടാമത്തെ ഹാറ്റ്സ് ഓഫ് താങ്കൾക്ക് തരികയാണ്. എപ്പോഴും അങ്ങനെയാണ്. ഒരു ഈ ഫാമിലിയിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഇപ്പം നിർമ്മലയേട്ടൻ എപ്പോഴും തിരക്കിലായിരിക്കും, ജോലികളിലായിരിക്കും, ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു വീട് വെക്കണം എന്ന ആഗ്രഹം വന്നപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവുമല്ലോ. അതുമായിട്ട് എന്തുമാത്രം മാച്ചായിട്ടുണ്ട്? ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ച പോലെ തന്നെയാണ്. അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഓ ശരിക്കും ഇന്റീരിയർ ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാ ചെയ്യുക. കിച്ചൺ എനിക്ക് മെയിൻ ആയിട്ട് നല്ല ഓക്കെ ഓക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് നന്നായിട്ടാണ് ഇപ്പൊ ചെയ്തത്. കളറൊക്കെ ഞാൻ സെലക്ട് ചെയ്യുമ്പോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഇതിപ്പോ ആദ്യമായിട്ട് വീട് വെക്കാം. അപ്പൊ ഇപ്പൊ ഇത് എങ്ങനെ മാച്ച് ആവുന്നില്ല അറിയില്ല. അപ്പൊ റെയ്ദിനോട് ചോദിക്കുമ്പോ റെയ്ദ് പറയും ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നാവും എന്ന് പറയുമ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ ആ കളറൊക്കെ കുറച്ചുകൂടെ നന്നായി മാച്ചായി വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ അമ്മമാരും ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഗംഭീരാണ്, സന്തോഷായി. അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ള പരിപാടി ഇല്ല. അല്ല, ക്യാമറയുടെ ഉണ്ടെന്ന് വിചാരിക്കുകയേ വേണ്ട. ഇവിടെ ഞാനും ഉണ്ടെന്ന് വിചാരിക്കണ്ട. വിളിക്കാനേ നിക്കല്ലേ, നിർമ്മയുടെ വിളിച്ച പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അല്ല, ഇതൊക്കെ നമ്മളെ സന്തോഷത്തിൽ ഇതൊരു ഫയലായിട്ട് മാറിയിരിക്കുമ്പോ സീരിയസ്ലി അതൊരു കാര്യമില്ലേ. അതുകൊണ്ട് ഞാൻ എല്ലാരും കൂടി ഇരുന്നത്. അപ്പം ഇതിപ്പോ ഞാൻ നേരത്തെ അവളോട് ചോദിച്ചോണ്ട് ഇതിപ്പോ ഞാൻ ഇതിന്റെ കുറെ ഓട്ടത്തിലും പരിപാടിയില്ല. എപ്പോഴും ഈ സാധനങ്ങളൊക്കെ പോയി മേടിച്ചതും പർച്ചേസ് ചെയ്തൊക്കെ ഇവിടെ ചേച്ചിമാര് അമ്മേനെയൊക്കെ കൂട്ടിയിട്ടാണ് സാധനം പർച്ചേസ് മേടിക്കാനൊക്കെ ഉള്ളത്. നമ്മളിതിന്റെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ എന്താണെങ്കിലും എന്റെ ഇഷ്ടമുള്ള സാധനം ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്ത സാധനം ഇവിടെ അല്ലാണ്ടില്ല. അത് ശരിയാ, ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഈ ആന ഞാൻ അതേപോലെ റെയ്ത് ഇവര് പറഞ്ഞു തന്നിട്ട് ഞാനൊരു പേരെന്തായിരുന്നു അതിന്റെ പോർട്ട് എന്ന് പറഞ്ഞൊരു മറ്റേ മൂരിയാട് ഭാഗത്തൊരു ഷോപ്പ്, ചെറിയൊരു ഷോപ്പാണേ. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും ഇത്രയും. അപ്പൊ ഈ ആന കണ്ടപ്പോ ഞാൻ എനിക്ക് പോരുന്നോ എന്റെ ഇല്ലത്തേക്ക് അങ്ങനെ മൂപ്പരെ കൂട്ടിയതാണ്. സാധാരണക്കാരനായതുകൊണ്ട് ഞാൻ ഒന്നും വലിയ പൈസ കയ്യിൽ വെച്ചുണ്ടാക്കിയ എല്ലാം ഞാൻ ശരിക്കും ഓരോ സ്ഥലത്ത് ഒരു എത്ര ഇതിനോടൊക്കെ എല്ലാരോടും കുറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയ നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ. അല്ല, ഇതിപ്പോ എന്ത് വന്നു പറയാനും വീട് ചെറുതോ വലുതോ എന്നുള്ളതല്ല, അതിനകത്ത് വരുന്ന എഫേർട്ട് അല്ലെങ്കിൽ അതിൽ നമ്മൾക്ക് അതിനകത്ത് എന്ത് റിസൾട്ടാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സത്യം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വലിയ സന്തോഷം രണ്ടുപേരുടെ മുഖത്തിൽ നിന്ന് എനിക്ക് വായിച്ചറിയാൻ സാധിക്കുന്നത്. ഹാപ്പിയാ വീട്. ഞങ്ങളത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് എനിക്ക് എപ്പോഴും കോഴിക്കോട് ആരെങ്കിലും വന്നാൽ എനിക്ക് വീട്ടിലേക്ക് ക്ഷണിക്കാൻ വലിയ ഇഷ്ടമാണ്. അത് നിങ്ങളുടെ ഒരു വലിയ പ്രത്യേകത കേട്ടോ. കോഴിക്കോടുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ എന്താ പറയുക ആതിഥ്യ മര്യാദയാണ്. അത് വൻ സാധനമാണ്, ഒരിക്കലും വേറെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ ഉണ്ടാക്കി ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമുക്കൊരാൾ വന്ന് നമ്മൾ സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിച്ച ഇഷ്ടമാണ്. അത് കിട്ടുമ്പോൾ സന്തോഷം. ഇപ്പൊ ഹരീഷിന്റെ വീട്ടിലേക്കാണ് എല്ലാവരും വിളിക്കുക. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവിടുന്ന് എന്ത് കല്ലുമുക്കായ എന്തുണ്ടാക്കി അവിടെ പോയി ജോയിൻ ചെയ്യും. അപ്പോഴും ഞങ്ങൾ കഴിക്കാൻ പറയും ഒരിക്കലും വീട്ടിലേക്കാൻ വിളിക്കും കേട്ടോ, ശരിയാക്കട്ടെ, വീട് റെഡിയാക്കട്ടെ, ഒരിക്കൽ വിളിക്കുന്നുണ്ട് അറിയാം. അപ്പൊ സിദ്ദിഖാനോട് ഇപ്പൊ സിദ്ദിഖ വരാറുണ്ട്, വിനായകൻ ചേട്ടൻ വരാറുണ്ട്. അപ്പൊ ഇവരൊക്കെ എനിക്ക് വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാ അത് എനിക്കല്ല ഒരുവിധം ആളുകൾക്കൊക്കെ. പിന്നെ തീർച്ചയായും എന്തായാലും അതിപ്പോ നടക്കാൻ പോവുകയാണ് അല്ലേ. സന്തോഷം. പുതിയ തലമുറയാണ്. എങ്ങനെയുണ്ട് പേര്? സെറ്റാണ്. നിനക്കോ ഇഷ്ടപ്പെട്ടോ? അമ്പോ, ഇവര് ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടവരാ. ഇവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയ ടാസ്ക്. അതൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ബാറ്റപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരാ കാർ ഏറ്റവും ഇഷ്ടമുള്ള ആയിരിക്കാം? അമ്പോ, എന്തുമാത്രം കാറാ. ബാറ്റപ്പൊക്കെ വെക്കുമ്പോ എനിക്ക് തന്നെ ടെൻഷൻ. ടീച്ചർ ആരെയും കയറുമ്പോ ബാറ്റപ്പൊക്കെ ലഭിക്കും. പിന്നെ ഞാൻ കരുതി കുഴപ്പമില്ല, നമ്മളെ അവസ്ഥ അല്ലല്ലോ, കുട്ടികളെ ആഗ്രഹമല്ലേ. പിന്നെ തീർച്ചയായിട്ടും അതങ്ങണ്ട് ചെയ്തു കൊടുക്കാതെ സിദ്ദിഖ് വരുമ്പോ കൃത്യമായിട്ട് പറഞ്ഞുതരും. പിള്ളേരുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ. സിദ്ദിഖ ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞു വീട് പരിപാടിക്ക് വരാൻ പറ്റിയില്ല, വോയിസ് ഇട്ട് ഇനിയും ചിരി മായാതെ അങ്ങനെ പോകാൻ സാധിക്കട്ടെ. വലിയ വലിയ ഭാഗ്യങ്ങൾ തേടിയെത്തട്ടെ. ഇതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കട്ടെ. ഭാഗ്യങ്ങൾ എത്ര തേടി വന്നാലും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യം. സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റിയ വലിയ കാര്യം. അപ്പോ നിങ്ങളുടെ ഒരു തിരിച്ചുവരവ് ഞങ്ങൾ ആഘോഷിക്കുന്നു. സന്തോഷം. താങ്ക് യു സോ മച്ച്. വെൽക്കം. എപ്പോഴും ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയുടെ വലിയ സ്വപ്നമാണ്. അത് ഒന്നോ രണ്ടോ പേരായിരിക്കത്തില്ല, ഒന്നിലധികം പേരായിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു സമൂഹം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു, എനിക്കിവിടെ വന്നപ്പോഴത്തേക്ക് എന്നോട് വയസ്സ് പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നിർമ്മലേട്ടൻ പാലാഴി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഒരു കലാകാരനാണ്. സോ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനൊപ്പമാണ് ഞങ്ങൾ ഇത്ര നേരം ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പമാണ് ഞങ്ങൾക്ക് ഇത്ര നേരം ഇരിക്കാൻ സാധിച്ചത്.
എല്ലാ അമ്മമാർക്കും അതുപോലെ തന്നെ ഫാമിലിക്കും മക്കൾക്ക് ചേച്ചിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഒരു വലിയ സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു. ഓക്കെ.